ആറ്റത്ര കോട്ടപ്പുറത്ത് കായാമ്പൂ വസന്തം കൗതുക കാഴ്ചയാകുന്നു. കുന്നത്തുപറമ്പ് സർപ്പക്കാവിലാണ് കണ്ണിനും മനസ്സിനും ഏറെ കുളിർമ പകരുന്ന കാഴ്ചയുമായി കായാമ്പൂ മരം പൂത്തുലഞ്ഞത്. ഏറെ അപൂർവമായ കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറത്തിനെ ഈ പൂവിന്റെ നിറവുമായി ഉപമിച്ചാണ് അദ്ദേഹത്തെ കായാമ്പൂ വർണ്ണൻ എന്ന് വിളിക്കുന്നത്. നിരവധി സിനിമാ ഗാനങ്ങളിലും കവിതകളിലുമെല്ലാം കായാമ്പൂവിന്റെ സാന്നിധ്യമുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഏകദേശം എല്ലായിടത്തും കാണപ്പെടുന്ന ഈ സസ്യം കേരളത്തിലെ പശ്ചിമഘട്ടത്തിലും കാണപ്പെടുന്നു. വർഷത്തിൽ ഒരിക്കലാണ് കായാമ്പൂ വിരിയുക. സംസ്കൃതത്തിൽ നീലാഞ്ജനി, മലയാളത്തിൽ കായാവ്, കായാമ്പൂ, അഞ്ജനമരം, കനലി, കാഞ്ഞാവ്, തമിഴിൽ അല്ലി, അഞ്ജനി, കഷായ്, കാവ, കായ എന്നിങ്ങനെയൊക്കെ പേരുകളുണ്ട്. 10 മുതൽ 15 അടി വരെ ഉയരം വയ്ക്കുന്ന ഈ ചെടി ഔഷധവുമാണ്. വളരെ സാവധാനം വളരുന്ന ഒരു ചെടിയായ ഇതിൻ്റെ ശിഖരങ്ങൾക്ക് നല്ല കട്ടിയുള്ളതാകയാൽ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കാശാവിൻ്റെ വേര്, ഇല, കായ്കൾ എന്നിവയാണ് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇലയ്ക്ക് മധുര രസമാണ്. പണ്ടുകാലത്തുള്ളവർ ഈ രസം ആഴ്ചകൾ വരെ വിശപ്പ് അറിയാതിരിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ. കാശാവിൻ കമ്പുകൾ കത്തികളുടെ പിടിയുണ്ടാക്കുന്നതിന് ഉത്തമമാണ്. കന്നുകൂട്ടുന്നവരുടെ വടിക്കും ചെണ്ടക്കോലിനും കാശാവ് കമ്പ് ഉപയോഗിച്ചു വരുന്നു. ജന്തുക്കളുടെ ഉപദ്രവങ്ങൾ തടയുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നതിന് വീടുകളിൽ കാശാവിൻ വടി കരുതി വെക്കുന്നവരുമുണ്ട്. ആറ്റത്രയിലെ കായാമ്പൂ വസന്തം വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. നമസ്കാരം, ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ വടക്കാഞ്ചേരി എന്നുള്ള റൂട്ടിൽ ആറ്റത്ര കോട്ടപ്പുറം പ്രദേശമാണ്. ഞങ്ങളുടെ കുന്നത്തുംപറമ്പ് സർപ്പക്കാവ് എന്നറിയപ്പെടുന്ന സർപ്പക്കാവിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ആയുർവേദ സസ്യം കുറ്റിച്ചെടി അതിനെക്കുറിച്ചാണ് പറയുന്നത്. കായാമ്പൂ എന്ന് പറയപ്പെടുന്ന ഒരു പുഷ്പമുണ്ട്. അതിന് കശാവ് എന്നാണ് അതിൻ്റെ മരത്തിൻ്റെ, അതിന് ആ കുറ്റിച്ചെടിയുടെ നാമം. അതിന് ഒരുപാട് നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിലാണെങ്കിലും ഒരുപാട് ഇംഗ്ലീഷിലും അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് പറയാറില്ലെങ്കിലും ഇത് ഒരു ആയുർവേദ സസ്യമാണ്. അത് അതിൻ്റെ ഇലയാണെങ്കിലും പൂവാണെങ്കിലും സമൂലം അത് ആയുർവേദമാണ്. അതിന് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. അതിൻ്റെ പുറമെ ഈ പുഷ്പത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിച്ച് നേരിട്ട് കണ്ട് ആസ്വദിച്ചാൽ നമുക്ക് മതി വരില്ല, അത്രയും സൗന്ദര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ സുഗന്ധം ഒരു നമ്മളെ ഉന്മാദനാക്കുന്ന ഒരു പോലത്തെ സുഗന്ധം കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ കുന്നത്തുംപറമ്പ് സർപ്പക്കാവ് എന്നാണ് സർപ്പക്കാവിൻ്റെ പേര്. 8 വർഷമായിട്ട് ഞങ്ങൾ സർപ്പക്കാവിൽ ഇത് എല്ലാ വർഷത്തോളം പൂക്കുന്നുണ്ട്. സാധാരണ അറിയപ്പെടുന്നത് 3 വർഷം കൂടുമ്പോൾ പൂക്കുമെന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ സർപ്പക്കാവിൽ അത് എല്ലാ വർഷവും ഞങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തരാറുണ്ട്. ഏപ്രിൽ മാസം, മെയ് മാസത്തിലാണ് സാധാരണ പൂക്കൽ. ഇപ്പോൾ ഈ വീട് ചെയ്യുന്ന ടൈമിൽ നിലവിൽ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ സർപ്പക്കാവിൽ എല്ലാ കൊല്ലം വ്യത്യസ്തമായിട്ടുള്ള ടൈമുകളിൽ പൂക്കാറുണ്ട്. അത് ഞങ്ങളൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കൂട്ടുന്നു. അതായത് കാർവർണ്ണൻ, അതായത് കായാമ്പൂ വർണ്ണൻ എന്നാണ് ശ്രീകൃഷ്ണൻ അറിയപ്പെടുന്നത്. ആ പൂവിൻ്റെ വർണ്ണത്തിനോട് ആണ് ശ്രീകൃഷ്ണൻ്റെ കളറ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ സർപ്പക്കാവിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ദേഹം.